ഹായ്, എല്ലാവർക്കും നമസ്കാരം. ചക്ക ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ചക്കക്കൊതി മൂത്ത് ഒരു ചക്ക പ്ലാവേന്ന് ഇട്ടതാണ്. പച്ച ചക്ക, ഒരു ചൊവയില്ല. എന്താ ചെയ്യാന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇച്ചിരി ബീഫ് ഇട്ട് ഈ ചക്കേനെ ഒന്ന് അങ്ങോട്ട് സ്വയംഭനാക്കി എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നമുക്കിത് ചക്കയും ബീഫും കൂടിയൊരു കറി കാണാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ ഒരു 1/2 കിലോ ബീഫ്, ഇച്ചിരി നെയ്യോട് കൂടിയ ബീഫാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, പിന്നെ സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. പിന്നെ നമുക്ക് വേണ്ട ചക്ക. ഇത് ഞാൻ പകുതി മുറിച്ചത് പച്ചയായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ 2 ദിവസം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ബാക്കി പഴുത്തത്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്താണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ചക്ക. പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങ വേണം. പിന്നെ താളിക്കാനായിട്ട് കുറച്ച് വെളുത്തുള്ളി, ചുവന്നുള്ളി, പിന്നെ കറിവേപ്പില, വെളിച്ചെണ്ണ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമുക്ക് ബീഫ് ഒന്ന് വേവിക്കാൻ വയ്ക്കാം. അതിനായിട്ട് ഈ ബീഫിനെ ഒരു കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. എല്ലാ പൊടികളും ഇട്ടൊന്ന് വേവിക്കാം കേട്ടോ. വെച്ചിടാം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി. നമ്മൾ താളിക്കുമ്പോൾ പൊടികളൊക്കെ ഒന്നും കൂടി ചേർക്കും. മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മസാലപ്പൊടി 1.5 ടീസ്പൂൺ. പിന്നെ വേണ്ടത് 2 ചെറിയ സവോളയുണ്ട്, 3-4 പച്ചമുളകുണ്ട്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും. ഇതെല്ലാം കൂടി നമുക്ക് ഇതിനകത്തേക്കിടാം. അല്പം വേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് കൈകൊണ്ട് തിരുമ്മി നല്ലപോലെ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം. നമുക്കൊരു സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കേ. കാരണം ബീഫ് കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വെള്ളം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഇറച്ചി വേകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങയും മല്ലിയും കൂടി ഒന്ന് വറുത്ത് അരച്ചെടുക്കാം. ഓക്കെ, നമുക്കൊരു പാൻ എടുപ്പത്ത് വെച്ച് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഒരു ചെറിയ മുടി തേങ്ങയാണ് ഇത് വറന്ന് വെച്ചേ. കുക്കറിൽ ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് തീ കുറച്ച് വെച്ച് വേവിക്കാം. തേങ്ങ വറുക്കുന്നതിലേക്ക് അല്പം വേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ ജലാംശം വലിഞ്ഞു കഴിഞ്ഞ് നമ്മൾ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ട് വറക്കുമ്പോൾ എല്ലാ തേങ്ങയും നമുക്ക് ഒരേപോലെ വറവായി കിട്ടും. ഞാനിത് മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇച്ചിരി ഒന്ന് വലിഞ്ഞതിന് ശേഷം നമുക്ക് പൊടിച്ചിട്ട് രണ്ടാമത് വറക്കാം. നമുക്ക് ഈ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റാം. ഈ തേങ്ങ നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇത് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നുകൂടി നല്ലപോലെ ചുമക്കെ വറുത്തെടുക്കാം. ഇപ്പോൾ എല്ലാ തേങ്ങയും ഒരേ തരിയായിട്ട് കിടക്കുന്നുണ്ടോ. നമ്മളിതിൽ എണ്ണയൊന്നും ഒഴിക്കണ്ട കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണയുടെ അളവൊക്കെ കുറച്ചുകൊണ്ട് തേങ്ങയൊക്കെ വറുത്തെടുക്കാം. തീ കുറച്ച് വെച്ച് ഇങ്ങനെ വറുത്തെടുത്താൽ മതിയേ. കൂടുതൽ എണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. എപ്പോഴും ഒരു ചെറിയ ചുവപ്പ് കളറാകുമ്പോൾ നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിവശം മാത്രം ഇങ്ങനെ ചുവന്ന് വരും. എല്ലാ വശവും ഒരുപോലെ വറവായി കിട്ടാനായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, തീ കുറച്ച് വെച്ച്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ചാനൽ തുടങ്ങിയിട്ടേ 1 വർഷം ആകാറായേ. അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ തേങ്ങയൊക്കെ ചുമന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി നമ്മൾ ഇറച്ചിയിൽ ഇട്ടിട്ടുണ്ട്. നമുക്കൊരു 1.5 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിപ്പൊടി ഇട്ട് അല്പം കഴിയുമ്പോൾ നമുക്ക് തീയങ്ങ് ഓഫ് ചെയ്യാം. പിന്നെ ഈ പാനിൻ്റെ ചൂട് കൊണ്ട് അത് വറവായിക്കോളുവേ. തീ ഓഫ് ചെയ്താലും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, കുറച്ച് നേരത്തേക്ക് കൂടി. അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ കുറച്ചും കൂടി
വറവാകണം. അപ്പോൾ നമ്മൾ ഈ പാനിൻ്റെ ചൂടുകൊണ്ട് വറവാകാൻ വേണ്ടി തീ ഓഫ് ചെയ്യാം. ബാക്കി വറവ് നമുക്ക് പാനിൻ്റെ ചൂടുകൊണ്ട് ആക്കിയെടുക്കാം. ഇതല്പം ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് വെള്ളം തൊടാണ്ട് അരച്ചെടുക്കാം. ഇത് വെള്ളം ഒഴിക്കാണ്ട് അരച്ചെടുക്കണം, നല്ല വെള്ളം പോലെ. തേങ്ങ വറുത്തതൊക്കെ തണുത്തിട്ടുണ്ട്. നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അരച്ചെടുത്തിട്ട് വരാം. നല്ല വെള്ളം പോലെ ഞാനിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് ഇങ്ങനെ അരച്ചെടുക്കേണ്ടത് കേട്ടോ. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇറച്ചിയുടെ വേവെന്തായെന്ന് നോക്കാം. നമുക്കിതിലേക്ക് ചക്ക ഇട്ടിട്ട് ഒരു വിസിൽ കൂടി അടിക്കണം. ഇറച്ചി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ഈ ചക്ക ഇട്ട് കൊടുക്കാം. വേണ്ട, ഒരു വിസിലടിച്ചാൽ മതി. ഞാൻ നേരത്തെ പൊടികളൊക്കെ ഇട്ടപ്പോഴേ കുരുമുളക് പൊടി ഇടാൻ മറന്നുപോയി. അപ്പോൾ നമുക്കൊരു ഇച്ചിരി കുരുമുളക് പൊടി ഇടാം. ഒരു അര ടീസ്പൂൺ മതി. ഇറച്ചി ഇടുമ്പോൾ നമ്മൾ കുരുമുളക് പൊടി കൂടി ഇട്ടോ കേട്ടോ. മറന്നു പോയതുകൊണ്ട് ഞാൻ ചക്ക ഇട്ടപ്പോൾ ഇട്ടണമെന്നേ ഉള്ളൂ. നമുക്കിത് ഒറ്റ വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം. ചക്കയുടെ ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമുക്കിത് താളിക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും സാധനങ്ങളിട്ട് മൂപ്പിക്കണം. ചക്കയും ബീഫും ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. മുൻപ് കപ്പ ബിരിയാണി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ചക്കയും ബീഫും കൂടി ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഞാൻ കൂട്ടിയിട്ട് പറയാം. പച്ച ചക്ക ആയതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. പഴുത്ത ചക്കയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പില കൂടി ഇട്ട് മൂപ്പിക്കണം. ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് പൊടികൾ കൂടി ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മസാലപ്പൊടി. ബാക്കി നേരത്തെ നമ്മൾ പൊടികളൊക്കെ ഇറച്ചിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഈ പൊടികൾ മൂത്ത് വരുമ്പോൾ നമുക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് ഇളക്കി എടുത്താൽ ഈ കറി റെഡിയാകും. ചക്ക നമുക്ക് എങ്ങനെ കഴിക്കാനും ഇഷ്ടമാണ് അല്ലേ. നമ്മുടെ പൊടിയൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്ക് ചക്കയും ബീഫും കൂടി കൂട്ടി നമുക്ക് ഈ അരപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ വറുത്തരച്ചതും കൂടി ചേർക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക രുചി കിട്ടുന്നു. നമുക്ക് ഈ മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിച്ചു നല്ല വറുത്തരച്ച ബീഫും ചക്കയും. അതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് വേണം. ചക്കയൊക്കെ വെന്ത് കുഴഞ്ഞ് ആ ബീഫുമായിട്ട് നല്ലൊരു അരപ്പായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ഈ അരപ്പും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്യും. എല്ലാം റെഡി ആയിട്ടുണ്ട്. കറി അടിപൊളി. അപ്പോൾ നമ്മുടെ ചക്കയും ബീഫും വറുത്തരച്ചത് റെഡി ആയിട്ടുണ്ട്. കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഇത് നല്ല
രുചിയുള്ള കറിയാണെന്ന് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തേ. ചക്കയുടെ നീളൊക്കെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആഹാ, സൂപ്പർ, നല്ല രുചിയുണ്ട് കേട്ടോ. അപ്പോൾ ചക്ക കിട്ടുമ്പോൾ ബീഫ് വാങ്ങിച്ച് ഇതേപോലെ വറുത്തരച്ച് ചെയ്താൽ നിങ്ങൾ പിന്നെ ചട്ടി പഠിച്ചിട്ടേ അവിടെ നിന്ന് എഴുതേക്കോളൂ. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. അയ്യോ, എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. അയ്യോ, എന്താ പറയണ്ടേ, പൊളി ഐറ്റം, സൂപ്പർ. ഞാൻ ആദ്യമായിട്ടാണ് ചക്ക ഇട്ട് ബീഫ് കറി വയ്ക്കുന്നത്. എല്ലാവരും ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ മേടിച്ച് ചെയ്തോട്ടോ. ഓക്കെ, താങ്ക് യു.